അനർത്ഥങ്ങൾ ഭാവിക്കയില്ല, ബാധയോ നിന്നെ തൊടുകയില്ല. പാതകളിൽ ദൈവത്തിൻ്റെ ദൂതന്മാർ കരങ്ങളിൽ വഹിക്കും. ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂവിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ. ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂവിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നമുക്ക് തരുന്ന വചനം ഉൽപ്പത്തി 18:17 ഒന്ന് കേൾക്കാം. അപ്പോൾ യഹോവ അരുളി ചെയ്തത്, ഞാൻ ചെയ്യുവാനിരിക്കുന്നത് അബ്രഹാമിനോട് മറച്ചു വെക്കുമോ? അബ്രഹാമിൻ്റെ ഭവനത്തിൽ വന്ന് ഭക്ഷണം കഴിച്ച ശേഷം, വാഗ്ദത്തം പറഞ്ഞ ശേഷം, വാഗ്ദത്തത്തിൻ്റെ കാലയളവ് പറഞ്ഞ ശേഷം ദൈവം അബ്രഹാമിനോട് പറയുക, ഞാൻ ഇറങ്ങി വന്നതേ എന്തിനാണെന്ന് നിന്നോട് മറച്ചു വെക്കാൻ പറ്റുമോ? കാരണം എന്താ? നീ എൻ്റെ സ്നേഹിതനാണ്. ഹല്ലേലൂയ. സോദോമിനെ നശിപ്പിക്കുവാൻ വേണ്ടിയാണ് ദൈവം അവിടെ ഇറങ്ങി വന്നത്. പറയാണ്, ഞാൻ നിന്നോട് മറച്ചു വെച്ച് എനിക്കൊരു കാര്യം ചെയ്യാൻ പറ്റില്ല. അത്രത്തോളം ഞാനും നീയും തമ്മിൽ സ്നേഹത്തിലായിരിക്കുന്നു. നിന്നോട് എനിക്ക് മറച്ചു വെക്കാൻ പറ്റുമോ? അതാണ് നമ്മൾ ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്ന ചിലരോട് നമ്മുടെ രഹസ്യങ്ങൾ പങ്കുവെക്കാറുണ്ട്. മറ്റു പലരോടും പറയാത്ത കാര്യവും നമ്മുടെ ഹൃദയം അറിയുന്ന സ്നേഹിതരോട് പറയാറുണ്ട്. സ്നേഹബന്ധം. ഇന്ന് ഈ വചനം പറയുമ്പോൾ നിങ്ങൾക്ക് ദൈവമായിട്ടൊരു വലിയ സ്നേഹബന്ധം ഉണ്ടാകട്ടെ. ഈ ദൈവത്തെ സ്നേഹിക്കുന്നവരോട് ദൈവം എല്ലാം പറയും. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ദൈവത്തിൻ്റെ പ്രത്യേകമായ അഭിഷേകത്താൽ ഒരുവൻ പ്രവാചകനാകും. ആ പ്രവാചക വിളിയുള്ളവൻ പ്രവാചകനാകും. പ്രവാചക വരമുള്ളവൻ പ്രവാചകനാകും. അപ്പോൾ തന്നെ പ്രാർത്ഥിക്കുന്നവൻ പ്രവാചകനാകും. അപ്പോൾ തന്നെ ദൈവത്തെ അധികം സ്നേഹിക്കുന്നവനും പ്രവാചകനാകും. അതെന്താണ്? സ്നേഹിക്കുന്നവനോട് ദൈവം സംസാരിക്കും. നിങ്ങൾക്ക് വലിയ കഴിവോ അറിവോ വലിയ ജ്ഞാനമോ കൃപാവരോ ഒന്നും ഇല്ലെങ്കിലും കർത്താവിനെ ആഴത്തിൽ സ്നേഹിക്കാമോ? നിങ്ങൾ ദൈവത്തിൻ്റെ രഹസ്യങ്ങളെ അറിയും. ഇന്ന് ഈ വചനം കേൾക്കുന്ന നിങ്ങളെ കർത്താവിൻ്റെ സ്നേഹിതനായിട്ട് ദൈവം കാണുന്നു. അതിലേക്ക് ദൈവം നിങ്ങളെ വളർത്താൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ദേശത്ത് വരുന്ന, നിങ്ങളുടെ സഭയിൽ വരുന്ന, നിങ്ങളുടെ സമൂഹത്തിൽ വരുന്ന, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വരുന്ന കാര്യങ്ങളെ മുൻകൂട്ടി ദൈവം അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾക്ക് ഈ അനുഭവങ്ങൾ പലപ്പോഴും ഉണ്ട്. ഞങ്ങളുടെ ജീവിതത്തിൽ വരുന്ന പല കാര്യങ്ങളും കർത്താവ് മുന്നമേ അറിയിക്കാറുണ്ട്. നല്ലതായിക്കൊള്ളട്ടെ, തകർച്ചകളാണിക്കൊള്ളട്ടെ, നല്ലത് അറിയിക്കുന്നത് കുറച്ചുകൂടെ ശ്രദ്ധിക്കാനും, മറ്റു പല കാര്യങ്ങളും അറിയിക്കുന്നത് കുറച്ചുകൂടെ ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കാനും ഒക്കെയാണ്. ആമേൻ. അറിയിക്കുന്നൊരു ദൈവം. ഇന്ന് ഈ വചനം പറയുമ്പോൾ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. നിങ്ങളോട് ദൈവം സംസാരിക്കാൻ പോവുകയാണ്. നിങ്ങളെക്കുറിച്ചും മറ്റുള്ളവരെക്കുറിച്ചും ഒക്കെ ദൈവം അറിയിക്കാൻ പോവുകയാണ്. ദൈവത്തിനൊന്നും മറച്ചു വെക്കാൻ കഴിയാത്ത നിലകളിൽ, ദൈവത്തിന് നിങ്ങളോട് സംസാരിക്കുന്ന നിലകളിൽ ഒരു വലിയ ബന്ധത്തെ കെട്ടിപ്പൊക്കുവാൻ കർത്താവ് പറയുന്നു. അബ്രഹാമിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് നൽകുന്നൊരു വലിയ സന്ദേശം, ദൈവത്തിൻ്റെ സ്നേഹിതനായാൽ ഹൃദയമറിയാൻ പറ്റും. ഹല്ലേലൂയ. ദൈവത്തിന് നിങ്ങളോട് അറിയിക്കാതെ നിങ്ങളുടെ ദേശത്തിന്, നിങ്ങളുടെ കുടുംബത്തിലും ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ആമേൻ. മറച്ചു വെക്കാൻ പറ്റുമോ? അവൻ മറച്ചു വെക്കത്തില്ല. ഈ ദിനങ്ങളിൽ നിങ്ങൾ ചിലത് കാണാൻ പോവുകയാണ്, ചിലത് കേൾക്കാൻ പോവുകയാണ്.
ചില ദൈവികമായ എൻകൗണ്ടറുകൾ നിങ്ങൾക്ക് സംഭവിക്കാൻ പോവുകയാണ്. ദൈവം ചെയ്യുന്നത് ചിലത് നിങ്ങൾ അറിയാൻ പോവുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥന മുറികൾ സജീവമാക്കുക. നിങ്ങളുടെ പ്രാർത്ഥന മുറിയിൽ വലിയ ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാകും. സ്വപ്നങ്ങളിലൂടെയും ദർശനങ്ങളിലൂടെയും വചനത്തിലൂടെയും ദൈവാത്മാവ് നിങ്ങളോട് വ്യക്തമായി ഇടപെടും. യെസ്, അതിൻ്റെ സമയമായിരിക്കുന്നു. ആമേൻ. ഇന്ന് ഈ വചനം കേൾക്കുന്നവരോട് പറയുന്നു, മറച്ചു വെക്കത്തില്ല, നിന്നോട് അറിയിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. യേശു ഇന്ന് ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവെ, അങ്ങ് ഞങ്ങളോട് സാലിന്ന് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നതിന് നന്ദി പറയുന്നു. കർത്താവെ, ഈ വചനം കേൾക്കുന്ന ഈ വ്യക്തിയെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇവർക്ക് യേശുവിനോട് ആഴമേറിയ സ്നേഹബന്ധം ഉണ്ടാവട്ടെ. കർത്താവ്, ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇവർക്ക് ഇറങ്ങുവാൻ പരിശുദ്ധാത്മാവെ അങ്ങ് സഹായിക്കണം. യേശുവിൻ്റെ സ്നേഹിതനായി, പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹിതനായി തുടരുവാൻ പരിശുദ്ധാത്മാവെ അങ്ങ് ഇവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ഹൃദയത്തെ ഒപ്പിയെടുക്കുവാൻ കർത്താവെ അങ്ങ് സഹായിക്കണം. യേശുവിൻ്റെ നാമത്തിൽ ഇവരെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് വീണ്ടും പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. ഈ ദേശത്ത്, ഈ ആയിരിക്കുന്ന സ്ഥലത്ത് ഈ മക്കൾ ദൈവത്തിൻ്റെ പ്രവാചകരായി ദൈവത്താൽ എഴുന്നേറ്റ് വരട്ടെ. കർത്താവെ, അങ്ങയുടെ രഹസ്യങ്ങൾ അറിയിക്കണമേ, കുടുംബത്തോട് അറിയിക്കണമേ, സ്വപ്നത്തിൽ അറിയിക്കണമേ. ദൈവമൊന്നും മറച്ചു വെക്കാത്ത നിലകളിൽ, എല്ലാം പറയുന്ന നിലകളിൽ ഇവിടെ ആത്മീയ ജീവിതത്തെ കർത്താവ് തുറന്നു കൊടുക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു, ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കുന്നു. കർത്താവ്, ഈ ദിനങ്ങളിൽ ദൈവം ദേശത്തോടുമേൽ, സഭയുടെ മേൽ, കുഞ്ഞുങ്ങളുടെ മേൽ, കുടുംബത്തിൻ്റെ മേൽ ഒക്കെ ചെയ്യുന്നത് കർത്താവ് അറിയിക്കുന്നതിനായി സ്തോത്രം. അതും ഇതും കാണുന്ന സ്വപ്നങ്ങളെല്ലാം മാറട്ടെ. സ്വർഗീയമായ ദർശനങ്ങൾ കൊണ്ട് നിന്റെ ജനത്തെ അനുഗ്രഹിക്കുന്നു. കർത്താവ് ഹൃദ്യമായി സംസാരിക്കണമേ, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് കൂടെയുണ്ട്, ഒപ്പമുണ്ട്. അത്ഭുതങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഗോഡ് ബ്ലെസ് യു. ശലോം. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി വരുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് പ്രാർത്ഥനയിലും എല്ലാ സഹകരണത്തിലും ഞങ്ങളോട് ഈ മീഡിയ മിനിസ്ട്രിയുടെ കൂടെ നിന്നു. ഞങ്ങൾക്ക് ഈ മീഡിയ മിനിസ്ട്രി മുമ്പോട്ട് കൊണ്ടുപോകാൻ ചില എക്യുപ്മെൻറ്റ്സുകൾ ആവശ്യമായി വന്നിരിക്കുന്നു. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ഞങ്ങൾ ആവശ്യപ്പെടുന്നു. എല്ലാ ദിവസവും രാവിലെ ഇന്ത്യൻ ടൈം 6 മണിക്ക് വോയിസ് ഓഫ് ലവ് എന്ന ഷോർട്ട് ഡിവോഷൻ ലഭ്യമാണ്. അതുപോലെ ചൊവ്വ, വ്യാഴം, ഞായർ ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ ടൈം 9:30 ലൈവ് മെസ്സേജ് ലഭ്യമാണ്. ഈ സന്ദേശങ്ങൾ ലഭ്യമാകുവാൻ പാസ്റ്റർ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും, ഗാനങ്ങൾ ലഭ്യമാകുവാൻ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക.